ഒരുപാട് മരുന്ന് എഴുതുന്നത് എപ്പോഴും ഒരു കോൺഫിഡൻസിന്റെ കുറവാണ്. ഒരു രോഗത്തിൽ ഒരുപാട് മരുന്ന് എഴുതുന്നത് ഇപ്പൊ തന്നെ എല്ലാ പ്രിസ്ക്രിപ്ഷനിലും കാണാൻ കഴിയും. 10-15 മരുന്നുകൾ എഴുതി കുറെ പ്രൊസീജിയേഴ്സും ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ചികിത്സ ഡോക്ടറിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ആ പ്രിസ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷങ്ങളോളം, മാസങ്ങളോളം, ആഴ്ചകളോളം കഴിക്കാനുള്ളതല്ല ആയുർവേദ മരുന്നുകൾ, അങ്ങനെ ചെയ്യാനുള്ളതല്ല ആയുർവേദ ചികിത്സ. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ എത്ര പെട്ടെന്ന് രോഗശമനം സാധ്യമാക്കാൻ കഴിയും, ഏറ്റവും മിനിമം, ഏറ്റവും കുറവ് ഔഷധങ്ങൾ, അതാണ് SBEBA പ്രത്യേകത. തൃശൂർ SBEBA ക്ലിനിക്, ആലപ്പാട് ടവർ, സെന്റ് തോമസ് സ്ട്രീറ്റ്, കുര്യച്ചിറ, തൃശൂർ. കഴിഞ്ഞ 20 വർഷക്കാലമായി ആയുർവേദ ചികിത്സാ രംഗത്തും അധ്യാപന രംഗത്തും വ്യാപൃതരായിരുന്ന ഡോക്ടർ രാജ്കുമാർ, ഡോക്ടർ രമ്യ കൃഷ്ണൻ ദമ്പതികൾ തങ്ങളുടെ ദീർഘനാളത്തെ റിസർച്ചിലൂടെ ശാസ്ത്രീയമായി തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതാണ് SBEBA ചികിത്സാ പദ്ധതി. നമസ്തേ, ഞാൻ ഡോക്ടർ രമ്യ കൃഷ്ണൻ. എന്താണ് SBEBA? SBEBA എന്ന് വെച്ചാൽ സയൻസ് ബേസ്ഡ്, എവിഡൻസ് ബേസ്ഡ് ആയുർവേദ. ഇന്ന് നമ്മൾ ചെയ്തു വരുന്ന ആയുർവേദ ചികിത്സയിലെ 2 കാര്യങ്ങൾ ശാസ്ത്രീയതയെ വിലയിരുത്താനായിട്ട് ശാസ്ത്ര അധിഷ്ഠിതമായ തെളിവും വേണം, രോഗികളിലുള്ള തെളിവും വേണം. സാധാരണഗതിയിൽ ഒരു രോഗത്തിൽ ഒരു ചികിത്സ ഫലവത്താണോ എന്നറിയാനായിട്ട് എത്ര രോഗികളിൽ മരുന്ന് കൊടുത്ത് അതിൻ്റെ ഗുണങ്ങൾ പരിശോധിച്ച് എത്ര പേർക്ക് ഗുണം കിട്ടി, എത്ര പേർക്ക് ദോഷം കിട്ടി, ഇത് വെച്ചാണ് തെളിവ് നമ്മൾ സാധൂകരിക്കുന്നത്. എന്നാൽ SBEBAയിൽ 2 തരത്തിലാണ് തെളിവുകൾ നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും പ്രാഥമിക തെളിവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെളിവും ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രാധിഷ്ഠിത തെളിവാണ്. എന്ത് കാരണം കൊണ്ടാണ് ഈ ചികിത്സ, ഈ പർട്ടിക്കുലർ ചികിത്സ ഈ രോഗിക്ക് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഈ ഔഷധം ഈ രോഗിക്ക് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഈ ശാസ്ത്രീയ ജീവിതചര്യ, ഈ ശാസ്ത്രീയ ആഹാരം ഈ രോഗിക്ക് തീരുമാനിച്ചത്, അതിനെ പരിശോധിക്കാനുള്ള മാനദണ്ഡങ്ങൾ ആയുർവേദ ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട്, എങ്ങനെ ഈ രോഗിയെ ആയുർവേദ ശാസ്ത്രത്തിൽ എങ്ങനെ വിലയിരുത്തണം, എങ്ങനെ നമ്മൾ ഈ രോഗത്തെ ഡയഗ്നോസ് ചെയ്യണം. മോഡേൺ മെഡിസിനിലെ ഡയഗ്നോസിസും ആയുർവേദത്തിലെ ഡയഗ്നോസിസും വ്യത്യാസമുണ്ട്. ആയുർവേദത്തിലെ ഡയഗ്നോസിസ് കൂടുതൽ സൂക്ഷ്മമാണ്, രോഗിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡയഗ്നോസിസ് ആണ്, കേവലം രോഗത്തിന്റെ ഡയഗ്നോസിസ് മാത്രമല്ല. അപ്പം നമ്മൾ ചികിത്സ ചെയ്യണത് രോഗത്തിനല്ല, രോഗിക്കാണ്. അപ്പോൾ ആ രോഗിയിലുള്ള രോഗ സാഹചര്യത്തെ വിലയിരുത്തും. എന്നിട്ട് എന്തുകൊണ്ട് ഈ ചികിത്സ വേണം, എന്തുകൊണ്ട് ഈ ഔഷധം വേണം, എന്തുകൊണ്ട് ഈ ശാസ്ത്രീയ ആഹാരചര്യ വേണം, അല്ലെങ്കിൽ ജീവിതചര്യ വേണം എന്ന് കൃത്യമായി വിലയിരുത്തി തീരുമാനിക്കപ്പെടുന്ന ചികിത്സയെയാണ് സയൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്, അഥവാ ശാസ്ത്രാധിഷ്ഠിത രോഗനിർണയം ചികിത്സ എന്ന ആയുർവേദത്തിൽ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ തെളിവ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ളതിന് ഒരു ഡോക്ടർ ഉത്തരം പറയുന്നതാണ് ശാസ്ത്രാധിഷ്ഠിത തെളിവ്. അതാണ് അതിൻ്റെ പ്രൈമറി എവിഡൻസ്. സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന കാരണം കൊണ്ട്, നമ്മുടെ തെളിവുകളെല്ലാം തന്നെ മോഡേൺ മെഡിസിനിൽ നിന്ന് വ്യത്യസ്തമാണ്. SBEBA എന്ന് പറയുന്ന സയന്റിഫിക് ആയുർവേദ അഥവാ ശാസ്ത്രീയ ആയുർവേദ ചികിത്സയുടെ തെളിവ് എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനിൽ ഇത്ര രോഗികൾക്ക് കൊടുത്ത് ഇത്ര ഗുണം കിട്ടി, ഇത്ര ദോഷം കിട്ടി, ഗുണം കൂടുതൽ കിട്ടി, ഈ ഒരു അവസ്ഥയിൽ ഇത്ര രോഗികളിൽ ഇത്ര ഗുണം കണ്ടു, അപ്പോൾ ദോഷത്തേക്കാൾ ഏറെ ഗുണം കണ്ടു എന്ന് ഡാറ്റ വെച്ച്, അഥവാ രോഗികളിൽ പരീക്ഷിച്ച ഡാറ്റ വെച്ച് തെളിയിക്കുന്നതിനെയാണ് ചികിത്സ തെളിയിക്കുക എന്ന് പറയുന്നത്. അതേസമയം ആയുർവേദത്തിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ശാസ്ത്രീയ ചികിത്സയാണോ എന്ന് വിലയിരുത്തേണ്ട തെളിവുകൾ ആവശ്യമുണ്ട്. അത് SBEBAയിലാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. 2, ഒരു രോഗിയിൽ ശാസ്ത്രീയ ചികിത്സ പ്രയോഗിച്ചു കഴിയുമ്പോൾ, ശാസ്ത്രീയ ചികിത്സ അല്ലെങ്കിൽ ശാസ്ത്രാധിഷ്ഠിത ചികിത്സ ഇത്ര ഗുണം ഇത്ര ദോഷം എന്നല്ല, എന്ത് ഉദ്ദിഷ്ട ഫലത്തെ കിട്ടിയോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ശാസ്ത്രീയ ചികിത്സ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ചികിത്സാ മാനദണ്ഡങ്ങളെ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഗുണം ദോഷം എന്നുള്ളതിനെ, അതിനല്ല മൂല്യം. മൂല്യം എന്ന് പറയുന്നത് ഉദ്ദിഷ്ട ഫലം, രോഗശമനമാണ് ഉദ്ദിഷ്ട ഫലമെങ്കിൽ രോഗശമനം സാധ്യമായോ ഇല്ലയോ, എത്ര സമയത്തിനുള്ളിൽ അത് നേടി, അതിനും ഒരു ഉദ്ദിഷ്ട സമയമുണ്ട്. വർഷങ്ങളോളം, മാസങ്ങളോളം, ആഴ്ചകളോളം കഴിക്കാനുള്ളതല്ല ആയുർവേദ മരുന്നുകൾ.
അങ്ങനെ ചെയ്യാനുള്ളതല്ല ആയുർവേദ ചികിത്സ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ എത്ര പെട്ടെന്ന് രോഗശമനം സാധ്യമാക്കാൻ കഴിയും, ഏറ്റവും മിനിമം, ഏറ്റവും കുറവ് ഔഷധങ്ങൾ, അതാണ് SBEBയുടെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായ ആൻസറാണ് കിട്ടണത്. അല്ലാതെ കറക്റ്റായ ആൻസറിനോട് അടുപ്പിച്ചുള്ള ഒരു വാല്യൂ കിട്ടിയാൽ അത് തെറ്റാണ്. ഒരു ആൻസറേ ഉള്ളൂ. അതിനെയാണ് ഉദ്ദിഷ്ടഫലം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തരത്തിൽ ചിട്ടപ്പെടുത്തിയ, വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ പദ്ധതിയാണ് SBEBA. ഇതിന്റെ ഉപജ്ഞാതാക്കള് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ രാജ്കുമാറുമാണ്. 2011 മുതൽക്കാണ് ഞങ്ങൾ ഇതൊരു കൃത്യമായ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്ത് രോഗികൾ പരിശോധിച്ച് വിലയിരുത്തി അതിൻ്റെ പബ്ലിക്കേഷൻസ് കൊണ്ടുവന്നതും രോഗികളിൽ ചെയ്തു തുടങ്ങിയതും. ഇന്ന് നിലവിലുള്ള ചികിത്സാ സമ്പ്രദായം മരുന്നിനെ അല്ലെങ്കിൽ ചികിത്സയെ അധിഷ്ഠാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ഒരു അസുഖം വരുമ്പോൾ 1 pill for every ill. എന്തെങ്കിലും ഒരു അസുഖം പറയുമ്പോൾ എന്ത് ആയുർവേദ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ എന്ത് പച്ചമരുന്ന് കഴിക്കുക. ഒന്നാമത് പച്ചമരുന്ന് എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സയല്ല, ആയുർവേദം ശാസ്ത്രാധിഷ്ഠിത ചികിത്സയാണ്. അപ്പം ഒരു മരുന്ന് ഒരു രോഗത്തിന് എന്നുള്ള ഒരു രീതിയാണ് ഇന്ന് അനുവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചികിത്സ ഒരു രോഗത്തിന്. ഇതങ്ങനെയല്ല, ഇത് ഹീലിംഗ് ഓറിയന്റഡ് ആണ്. SBEBA എന്ന് പറയുന്നത് രോഗശമനമാണ്. രോഗിയെ എങ്ങനെ സുഖപ്പെടുത്താം, രോഗിയെ എങ്ങനെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാം, അതിനുള്ള പ്രോട്ടോകോളിനാണ് പ്രാധാന്യം. ഡോക്ടർ സെന്റേർഡ് ആണ് കൺവെൻഷണൽ ആയുർവേദം. ഇപ്പോൾ ഒരു ഡോക്ടറിനെ ആശ്രയിച്ച് മാത്രം ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഇത്ര രോഗം മാറും, അങ്ങനെയുള്ള ഒരു രീതിയാണ്. അതേസമയം SBEBA രണ്ടും ഉണ്ട്. ഡോക്ടറും രോഗിയും കൂടെ ചേർന്നാണ് രോഗശമനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ രോഗി കൃത്യമായി അതിനെ മനസ്സിലാക്കി പാലിക്കുക. അതേസമയം രോഗിക്കുണ്ടാകുന്ന സംശയങ്ങൾ, തൻ്റെ രോഗം എങ്ങനെ ഉണ്ടായി, അത് എന്ത് കാരണം കൊണ്ടുണ്ടായി, അതിന് ഞാൻ എന്ത് ചെയ്താൽ രോഗം മാറും പെട്ടെന്ന്, ഇതിനെല്ലാം ഉത്തരം പറയാനുള്ള ബാധ്യത SBEBA പ്രാക്ടീഷണർക്ക് ഉണ്ട്. മൾട്ടിപ്പിൾ മെഡിസിൻസ് ഇൻ ലാർജ് ഡോസേജ് ആണ് ഇന്നത്തെ നിലവിലുള്ള ചികിത്സാ രീതി. ഒരുപാട് മരുന്നുകൾ കുറേ അളവിൽ കൊടുക്കും. അതാണ് ഇന്ന് നിലവിലുള്ള ആയുർവേദ ചികിത്സ. പക്ഷെ ഒറിജിനലി ശാസ്ത്രാധിഷ്ഠിത ആയുർവേദ ചികിത്സയിൽ മരുന്നുകളുടെ എണ്ണം വളരെ കുറവ് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി ചികിത്സിക്കുമ്പോൾ മാവിലെറിയണ പോലെ കുറേ മരുന്നുകൾ എറിയേണ്ട ആവശ്യമില്ല. നമ്മൾ മരുന്നുകൾ വളരെ സൂക്ഷ്മമായ ഡോസിൽ, പലപ്പോഴും വളരെ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഡോസിൽ 1 or 2 പരമാവധി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ മരുന്ന് ആവശ്യമില്ലാതെ തന്നെ വരാം. ചികിത്സാ രീതി എന്ന് പറയുന്നത് ശാസ്ത്രീയ ജീവിതക്രമം, കുറച്ചു കാലത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള മാറ്റം, ആഹാര രീതി, അത് ചെയ്യുമ്പോൾ തന്നെ രോഗശമനം സാധ്യമാവും. അപ്പൊ രോഗിക്ക് വളരെ ഈസിയാണ്. അതേസമയം നമ്മൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ട, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. മരുന്നുകൾ വളരെ ചെറിയ അംശം മതി, ലൈഫ് സ്റ്റൈലും ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേരിയബിൾ ഡയഗ്നോസിസ്, അതൊരു പ്രത്യേക പോയിന്റ് ആണ്. ഇന്ന് ഒരേ രോഗത്തെ തന്നെ ആയുർവേദ ചികിത്സകര് പലതരം രോഗങ്ങളായിട്ട് നിർണ്ണയിക്കും. അങ്ങനെ ഒരിക്കലും വരില്ല. ഒരാളുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഒരു രോഗവും ഒരേ രോഗാവസ്ഥയുമാണ്. ഇപ്പൊ പലതരം രോഗങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം കൂടെ ചേർത്ത് ഒരു രീതിയിലേ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് പല രീതിയിൽ രോഗനിർണയം ചെയ്ത്, ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വരുന്ന ഫ്ലോസ് ആണ്. പക്ഷെ ആയുർവേദത്തിൽ പറയുന്നത് വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ഡയഗ്നോസിസ് ആണ്, പിൻ പോയിന്റഡ് ആണ്, വളരെ കൃത്യവും സൂക്ഷ്മവും ആയിട്ടുള്ള രോഗനിർണയമാണ് പറയണത്. പക്ഷെ അതിൽ വിദ്യാഭ്യാസ നയങ്ങളിലുള്ള പ്രശ്നങ്ങളായിരിക്കാം പല ഡോക്ടേഴ്സും പല രീതിയിൽ നിർണ്ണയിക്കും. അപ്പോൾ അത് തെറ്റുകൾ വരും. അതിനു പകരം SBEBAയിൽ ഞങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ഡയഗ്നോസിസ്, അതായത് എല്ലാ ഡോക്ടേഴ്സിനും, ഈ മെത്തേഡ്സ് പഠിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഒരേ രീതിയിൽ ഒരു രോഗിയെ നിർണ്ണയിക്കാൻ, രോഗ അവസ്ഥയെ നിർണ്ണയിക്കാനും അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും കഴിയും. ഇപ്പൊ ഇന്ന് വരുന്ന പല രോഗികൾക്കും പലതരം രോഗങ്ങൾ കാണും. അപ്പൊ എല്ലാതരം രോഗങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്ത് സമന്വയിപ്പിച്ച് ആയുർവേദ ശാസ്ത്രാധിഷ്ഠിത തത്വങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കി ഏറ്റവും മിനിമം മരുന്നുകൾ കൊടുത്ത്, ഇപ്പൊ നമ്മൾ ഒരു രോഗത്തിനെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സയിലും മറ്റു രോഗങ്ങളെ കൂടെ കണക്കാക്കിയാണ് നമ്മുടെ ചികിത്സ SBEBAയിൽ. അതേസമയം ഇന്ന് കാണുന്ന ആയുർവേദ ചികിത്സയിൽ അങ്ങനെയല്ല. പലപ്പോഴും അലോപ്പതി തുടരും, ആയുർവേദ മരുന്നുകൾ കുറെ ആഡ് ചെയ്യും അലോപ്പതിയോടൊപ്പം. ഇതെല്ലാം അശാസ്ത്രീയമാണ്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം അശാസ്ത്രീയമാണ്.
ഇതിനെയെല്ലാം സങ്കര ചികിത്സയെ അശുദ്ധ ചികിത്സയായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. ശരീരത്തിനെ മുഴുവനായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് പല രീതിയിൽ ജോലി ചെയ്യുന്ന പല മരുന്നുകൾ കൊടുക്കുമ്പോൾ. അപ്പൊ ഇതിനെയെല്ലാം സമന്വയിപ്പിച്ച് ഒരു രോഗിയിലെ പല രോഗാവസ്ഥകളെ സമന്വയിപ്പിച്ച് കൃത്യതയോടെ ഏറ്റവും കുറവ് മരുന്ന്, ഇപ്പോൾ വൈറൽ ഫീവറിനായിട്ട് ഒരു രോഗി മരുന്ന് കഴിക്കുമ്പോൾ അയാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിലും ഇമ്പ്രൂവ്മെന്റ് വരും, നമ്മൾ ഡയബറ്റീസിന് വേറെ മരുന്ന് കൊടുക്കാതെ തന്നെ. അപ്പൊ അത്രയും വളരെ സൂക്ഷ്മവും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് SBEBA. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കൺവെൻഷണൽ കാണുന്ന, ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ആയുർവേദ ചികിത്സയുമായിട്ടുള്ള SBEBAയുടെ വ്യത്യാസം. SBEBAയിലെ ഒരു ഏറ്റവും പ്രത്യേകത, ഒരു സവിശേഷമായ കാര്യം ഫ്രാഗ്മെന്റഡ് ഡോസേജ് അപ്രോച്ചാണ്. അതായത് ഏറ്റവും ചെറിയ അംശമായിട്ട് മരുന്ന് നൽകുക എന്നുള്ളതാണ്. മരുന്ന് തന്നെ വളരെ ചുരുങ്ങിയതായിരിക്കും, മരുന്നിൻ്റെ തന്നെ ഒരു അംശം മാത്രമായിരിക്കും ഒരു സമയത്ത് നൽകണത്. അപ്പം അതിൻ്റെ പ്രവർത്തന രീതിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പണ്ടത്തെ ഈ സയൻസിൽ എഴുതി വെച്ചിട്ടുള്ള ഡോസേജ് വളരെ കൂടിയ ഡോസാണ്. അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ ഇന്റേണൽ എൻവയൺമെന്റ്, ശരീരത്തിനകത്തുള്ള സാഹചര്യവും ഇന്നുള്ള ആൾക്കാരുടെ ശരീരത്തിലെ അകത്തുള്ള സാഹചര്യവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് അവരുടെ രോഗപ്രതിരോധ ശക്തി, അവരുടെ ദഹനശക്തി, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, അവരുടെ സ്റ്റാമിന, അവർക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള അവരുടെ ശരീരത്തിൻ്റെ സഹനശേഷി, ഇതെല്ലാം തന്നെ അന്നത്തെ നേച്ചർ ഓഫ് വർക്ക്, അവർ ചെയ്യുന്ന ജോലികൾ, ഇതെല്ലാം തന്നെ ഇന്ന് ചെയ്യുന്ന ജോലികൾ, ഇന്നത്തെ രോഗപ്രതിരോധ ശക്തിയുടെ, ജനങ്ങളുടെ രോഗപ്രതിരോധ ശക്തിയുടെ സ്റ്റേറ്റ്, അതുപോലെ അവരുടെ ദഹനശക്തി, അവർ കഴിക്കുന്ന മറ്റ് അലോപ്പതി പോലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, അവരുടെ ഭക്ഷണ രീതി, ഇതിൽ നിന്നെല്ലാം അവരുടെ ശരീരത്തിലെത്തുന്ന പലവിധം രാസവസ്തുക്കളോടുള്ള ശരീരത്തിൻ്റെ പ്രതികരണം, ഇതെല്ലാം കണക്കാക്കി അവരുടെ മെറ്റബോളിക് സ്റ്റാറ്റസ്, അവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ്, അവരുടെ ഡ്രെയിനേജ് മെക്കാനിസംസ്, ശരീരത്തിലെ കോശങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന രീതി, ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറന്തള്ളപ്പെടുന്ന രീതി, ഇതിലെല്ലാം തന്നെ ഗണ്യമായ വ്യത്യാസമുണ്ട്. അപ്പം അന്നത്തെ കണക്ക് നോക്കിയിട്ടാണ് അന്നത്തെ ഡോസ് തീരുമാനിക്കണം. ഇന്നത്തെ അവസ്ഥ വിഭിന്നമാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഗവേഷണം നടത്തി, ശാസ്ത്ര തത്വങ്ങളിൽ ഗവേഷണം നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഫ്രാഗ്മെന്റൽ ഡോസേജ് അപ്രോച്ച്, അതായത് വീര്യമാണ് വർക്ക് ചെയ്യുന്നത്, ഡോസ് അല്ല എന്നുള്ള തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കുറവ് മരുന്ന് അളവിൽ നമ്മൾ ഒരുപാട് രോഗികളിൽ ഇപ്പോൾ വർഷങ്ങളോളം, 10, 15, 20 വർഷങ്ങളോളം തുടർച്ചയായി പലവിധ രോഗാവസ്ഥകളിലും അക്യൂട്ട് ഇൻഫെക്ഷൻസ് തൊട്ട് ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിലും പരീക്ഷിച്ച് അതിൻ്റെ ആ വ്യത്യാസം വിലയിരുത്തിയതിന് ശേഷം ഒരുപാട് പബ്ലിക്കേഷൻസും മറ്റു ഡോക്ടർമാരെ പഠിപ്പിച്ച് അവരും അവരുടെ രോഗികളിൽ ചെയ്തു വരികയാണ് SBEBA. അപ്പോൾ ഈ ഫ്രാഗ്മെന്റൽ ഡോസേജ് അപ്രോച്ച് എന്ന് പറയുന്നത് രോഗികൾക്ക് വളരെ എക്കണോമിക്കലാണ്. അവർക്ക് കെട്ടുകണക്ക് മരുന്ന് വാങ്ങിക്കേണ്ട, വളരെ ചുരുങ്ങിയ മരുന്നിൽ അവരുടെ അസുഖം കുറയുന്നത് അവർക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നു ഡേ ബൈ ഡേ. അപ്പോൾ അവർ തികച്ചും ദേ വിൽ ബി വെരി ഹാപ്പി ആൻഡ് ദേ വിൽ ബി സാറ്റിസ്ഫൈഡ്. നോട്ട് ഓൺലി ദാറ്റ്, അത് നമ്മുടെ സ്റ്റേറ്റിലും കേരളത്തിലും ഇന്ത്യയിലും ഈവൻ ലോകത്തിൽ തന്നെ ജനങ്ങൾക്ക് ചികിത്സാ ചെലവ് ഗണ്യമായി കുറയ്ക്കുമ്പോൾ ഇന്ന് മെയിനായിട്ട് ആൾക്കാർ വീട് പോലും പണയപ്പെടുത്തിയാണ് ചികിത്സയ്ക്ക് പോണത്. അപ്പോൾ ആ ഒരു രീതി മാറും, രോഗികൾ ഉണ്ടാവണത് കുറയും, രോഗശമനം ഫാസ്റ്റ് ആവും, രോഗശമനത്തിന് ആവശ്യമായ ചികിത്സാ ചെലവ് ഗണ്യമായി കുറയുന്നത് വഴി ഇന്ത്യ ഡെവലപ്മെന്റിലേക്ക്, അതായത് രാജ്യം ഫൈനാൻഷ്യലി പുരോഗതി, എക്കണോമിക് ഡെവലപ്മെന്റ് വളരെ സാധ്യമാവും, വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാവും. അത് നമുക്ക് രോഗികളിൽ കാണിച്ചു കൊടുക്കാനും ഗവൺമെന്റിന് നേരിട്ടാണെങ്കിലും നമുക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ ചികിത്സാ പദ്ധതി കൊണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമസ്കാരം, ഞാൻ ഡോക്ടർ രാജ്കുമാർ. പഞ്ചകർമ്മ ചികിത്സയുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. പഞ്ചകർമ്മ ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് 5 തരം കർമ്മങ്ങൾ, 5 തരം പ്രൊസീജിയേഴ്സ്, ശരീരത്തിലുള്ള രോഗകാരണത്തിനെ പുറന്തള്ളാനായിട്ടുള്ള 5 പ്രക്രിയകളെയാണ് പഞ്ചകർമ്മം എന്ന് ശാസ്ത്രീയമായി ആയുർവേദത്തിൽ പറയുന്നത്. കേരളീയ പഞ്ചകർമ്മ എന്ന് പറഞ്ഞിട്ട് 7 ദിവസത്തെ, 14 ദിവസത്തെ, 21 ദിവസത്തെ ചികിത്സാക്രമങ്ങൾ, സ്നേഹസ്വേദങ്ങൾ, പലതര ചികിത്സാക്രമങ്ങൾ കേരളത്തിലും നടത്തി വരുന്നു. അതിനെയും പഞ്ചകർമ്മം എന്ന് പറയും. ഇപ്പോൾ ഒരു പ്രൊസീജിയറിന്റെ ബേസിസിൽ ഒരു രോഗിയെ കാണുന്ന രീതിയാണ് ഈ പഞ്ചകർമ്മ ചികിത്സ. എല്ലാ
ആശുപത്രികളിലും കണ്ടുവരുന്നത് ഒരു രോഗം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന പഞ്ചകർമ്മ ചികിത്സ അതിൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ IPയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് പ്രൊസീജിയർ ആണെന്ന് തീരുമാനിച്ചിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇത് തികച്ചും തെറ്റാണ്. ഒരു ശാസ്ത്രീയ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു രോഗിയെ ചിന്തിക്കേണ്ടത് ഒരുപാട് ഫാക്ടേഴ്സിനെ നോക്കിയിട്ടാണ് രോഗിയുടെ രോഗകാരണത്തെയും രോഗത്തെയും മനസ്സിലാക്കേണ്ടത്. ആ രോഗ സാഹചര്യത്തിനനുസരിച്ച് ഔഷധം നിർണ്ണയിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉപായങ്ങൾ നിർണ്ണയിക്കുക എന്നുള്ളത് ആദ്യം രോഗിയിൽ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇന്നത്തെ രോഗങ്ങൾ, അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ, അലർജി കണ്ടീഷൻസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഹോർമോണൽ ഇംബാലൻസസ്, ഇതിനെല്ലാം ഒരു പഞ്ചകർമ്മ ചികിത്സ ചെയ്തിട്ടല്ല ഇതിനെല്ലാം നേരെയാക്കേണ്ടത്. ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കുന്നതാണ്. ആ പ്രതികരണത്തിനെയാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആ പ്രതികരണം കൊണ്ട് ശരീരം നാച്ചുറലായിട്ട് തന്നെ ബലം ഹി അലം ദോഷഹരം എന്നാണ് പറയുന്നത്. അപ്പം ശരീരം തന്നെ പ്രതിരോധ ശക്തി കൊണ്ട് രോഗാണുവിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ് ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ചികിത്സയോ അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആഹാരവും ചര്യകളും ചിട്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതിനായിട്ടൊരു പഞ്ചകർമ്മ പ്രൊസീജിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡർ, അപ്പോൾ മെറ്റബോളിസം തകരാറിലായിരിക്കുമ്പോഴത്തേക്കും മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യുന്ന ചികിത്സയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ്, അപ്പോൾ ഹോർമോണിന്റെ ബാലൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹോർമോൺ വേണ്ട രീതിയിൽ വേണ്ടപ്പോൾ വേണ്ട പോലെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു രീതി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡർ എന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ഒരു പഞ്ചകർമ്മ പ്രൊസീജിയർ തീരുമാനിച്ച് അത് രോഗിയിലെ 7 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസങ്ങളുടെ എണ്ണം വെച്ച് രോഗിയിൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ വമനം, ഛർദ്ദിപ്പിക്കൽ, വയറിളക്കൽ, അങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ രോഗം മൂർച്ഛിക്കാനാണ് ചാൻസ് കൂടുതൽ. ആ രോഗം മൂർച്ഛിക്കുകയും ചെയ്യും. ആ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതല്ലാതെ ഇപ്പോൾ രോഗിക്ക് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ചെയ്യുമ്പോൾ, ഇപ്പോൾ അലർജി, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രതിരോധ ശക്തിയുടെ തെറ്റായിട്ടുള്ള പ്രവർത്തനമാണ്. ആ തെറ്റായിട്ടുള്ള പ്രവർത്തനത്തിന് നമ്മൾ പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് വഷളാവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അതിനെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് അതിന്റെ വേണ്ട രീതിയിൽ പ്രതിരോധ പ്രവർത്തനത്തിനെ ശരിയാക്കും കഴിയുമ്പോഴത്തേക്കും രോഗി പൂർണ്ണ ആരോഗ്യവാനാകും. ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തിട്ട് ആയുർവേദ ചികിത്സ ചെയ്യുന്നതിലും തൃശ്ശൂർ SBEBA ക്ലിനിക്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ രോഗികളിലും പഞ്ചകർമ്മ ചികിത്സ ഇല്ലാതെ തന്നെ രോഗനിർണയം ചെയ്തിട്ട് വളരെ മിനിമം ഡോസിൽ ഔഷധം നൽകി അവര് രോഗമുക്തി നേടുകയാണ്. അതാണ് ഈ SBEBA ക്ലിനിക്കിൽ ചെയ്യുന്നത്. SBEBAയിൽ ഫ്രാഗ്മെന്റഡ് ഡോസ് അപ്രോച്ച് ആണ് ചെയ്യുന്നത്. ഫ്രാഗ്മെന്റഡ് ഡോസ് അപ്രോച്ച് എന്താണെന്നാൽ, ഒരു രോഗം ഉണ്ടാകുന്നത് ശരീരത്തിനകത്തുള്ള സാഹചര്യം മാറി തെറ്റായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ഡിസ്ഫങ്ഷൻ ആവുമ്പോഴാണ് ഒരു രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ അതിന് ഓപ്പോസിറ്റ് വീര്യമുള്ള ഒരു ഔഷധം നിർണ്ണയിക്കലാണ് ആയുർവേദത്തിന്റെ ശാസ്ത്രീയ രീതി. ആ ഓപ്പോസിറ്റ് വീര്യമുള്ള ഒരു ഔഷധം നിർണ്ണയിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന് ഒരു മരുന്ന് മതി, അല്ലെങ്കിൽ ഒരുപാട് മരുന്ന് എഴുതുന്നത് എപ്പോഴും ഒരു കോൺഫിഡൻസിന്റെ കുറവാണ്. ഒരു രോഗത്തിൽ ഒരുപാട് മരുന്ന് എഴുതുന്നത് ഇപ്പൊ തന്നെ എല്ലാ പ്രിസ്ക്രിപ്ഷനിലും കാണാൻ കഴിയും. 10-15 മരുന്നുകൾ എഴുതി അല്ലെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സും ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ചികിത്സ, അത് ഡോക്ടറിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ആ പ്രിസ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് രോഗത്തിന്റെ വീര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൗണ്ടറാക്ട് ചെയ്യുന്ന ഒരു മരുന്ന് അല്ലെങ്കിൽ 1-2 മരുന്ന് കൊണ്ട് ആ തത്വ അധിഷ്ഠിതമായിട്ട് ആ രോഗിയെ അപ്രോച്ച് ചെയ്യുന്നതിനെയാണ് ശാസ്ത്രീയ എവിഡൻസ് ബേസ്ഡ്, സയൻസ് ബേസ്ഡ്, എവിഡൻസ് ബേസ്ഡ് ആയുർവേദ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതില് ഇപ്പോൾ ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പാലെന്ന് പറയില്ല, അതിനെ വിഷം എന്നേ പറയുള്ളൂ. പക്ഷെ ഒരു തുള്ളിയെ ചേർത്തുള്ളൂ. അപ്പോൾ അതിന്റെ വീര്യം കൊണ്ടാണ് അത് വിഷമാകുന്നത്. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന എല്ലാം വീര്യവത്താണ്. അപ്പോൾ കൊടുക്കുന്ന മെഡിസിനും വീര്യവത്താണ്. അപ്പോൾ വീര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് അളവിൽ കൊടുക്കേണ്ട കാര്യമില്ല. രോഗിയുടെ ദഹനപചന വ്യവസ്ഥ അനുസരിച്ചും രോഗിയുടെ സ്റ്റാറ്റസ് അനുസരിച്ചും നമ്മൾ വളരെ ചെറിയ ഡോസിൽ SBEBAയിൽ മരുന്ന് കൊടുക്കുന്നത് പിഞ്ചസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 2 വിരലിന്റെ ഇടയിൽ കൊള്ളുന്ന അത്രയും മരുന്നെടുത്ത് അത് മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റില് ശാസ്ത്രീയമായിട്ട് എഴുതിയിട്ടുള്ളത് വലിയ വലിയ ഡോസുകളാണ്. ബട്ട്
പേഷ്യന്റിന്റെ അവസ്ഥയനുസരിച്ച് കൃത്യമായിട്ട് രോഗനിർണയം നടത്തി അതിന്റെ വീര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീര്യം സെലക്ട് ചെയ്ത് ഔഷധം കൊടുക്കുമ്പോൾ വളരെ മിനിമം മരുന്ന് മതി. അതും വളരെ ചെറിയ ഡോസിൽ കൊടുക്കുന്നതാണ് SBEBA രീതി. എൻ്റെ പേര് ഷൈനി. ഞാൻ ഗോവയിൽ നിന്നാണ്. 5-6 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻറ്റും BP പേഷ്യൻറ്റും ആയിരുന്നു ഞാൻ. 1 വർഷത്തിന് മുമ്പ് എനിക്ക് ഹൈപ്സിൻ്റെ അസുഖം വന്നു. ശരീരം ഫുൾ അലർജിയുമായിട്ട് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു. അലോപ്പതി ഡോക്ടർ, സ്കിൻ ഡോക്ടർ ഒക്കെ കാണിച്ചു. അതിൽ നിന്ന് എനിക്ക് ഒരു മോചനം ഉണ്ടായിരുന്നില്ല. അത് കൂടുകയല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ സെബ ക്ലിനിക്കിനെ കുറിച്ചും ഡോക്ടർ രമ്യ കൃഷ്ണനെ കുറിച്ചും അറിയുന്നത്. ഫെബ്രുവരിയിൽ ഞാൻ ഡോക്ടറെ കാണാൻ വന്നത്. ഡോക്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഭക്ഷണ ക്രമീകരണവും ഏറ്റവും കുറഞ്ഞ മെഡിസിൻസും കൂടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. 2.5 മാസം ആയിട്ടില്ല. അതിനു മുമ്പേ തന്നെ BP ടാബ്ലറ്റ് ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി. ഷുഗർ എൻ്റെ നോർമലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 15 ദിവസമായിട്ട് ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി നോർമലാണ്. എൻ്റെ പൂർണ്ണ ആരോഗ്യം തിരിച്ചു വന്നു. എൻ്റെ അലർജി കംപ്ലീറ്റ്ലി പോയി. കൈക്കും ഒന്നും ഒരു അലർജിയും ഇല്ല. 2.5 മാസം കൊണ്ട് ഒരു പേഷ്യൻറ്റിനെ പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടെടുക്കാൻ വേണ്ടി ഡോക്ടർക്ക് സാധിച്ചത്. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മികവ് കൊണ്ടാണ് ഇത്. ഡോക്ടർക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഇഷ്ടംപോലെ പ്രേക്ഷകരുണ്ടാവുമല്ലോ. അപ്പൊ അവർക്കും എൻ്റെ അനുഭവം ഒരു വെളിച്ചമാവുമെങ്കിൽ അതിൽ ഞാനും ഹാപ്പിയാണ്. എൻ്റെ പേര് നീന, കണ്ണൂരിൽ നിന്നാണ്. 1 വർഷത്തോളമായി എനിക്ക് കാലുവേദന വന്നിട്ട് ഞാൻ ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആമവാദത്തിന്റെ ഇതാണ്. 6 മാസം അവരുടെ ചികിത്സ ചെയ്തു. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ കോഴിക്കോട് ആയുർവേദ ഡോക്ടറെ കാണിച്ചു. അവിടെ നിന്ന് കഷായവും കുറേ മരുന്നുകൾ തന്നു. അവിടെയും കുറേ മാസങ്ങളോളം കാണിച്ചു. ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നീട് സെബ എന്ന ആയുർവേദ ക്ലിനിക്കിനെ പറ്റി ഞാൻ അറിഞ്ഞു. അവിടെയുള്ള രമ്യ കൃഷ്ണൻ എന്ന ഡോക്ടറെ കാണിച്ചു. ചുരുങ്ങിയ മരുന്നുകളൊക്കെ തന്നിട്ടാണ് എനിക്ക് കാലിൻ്റെ വേദനയും നീർക്കെട്ടും എല്ലാം പൂർണ്ണമായി എനിക്ക് ഭേദപ്പെട്ടു. ഞാൻ ഡോക്ടർ രമ്യയോട് നന്ദി പറയുന്നു. തൃശൂർ SBEBA ക്ലിനിക്, ആലപ്പാട് ടവർ, സെന്റ് തോമസ് സ്ട്രീറ്റ്, കുര്യച്ചിറ, തൃശൂർ. മൊബൈൽ 9447319234 8281125837.